ജെമിനി ബനാന ഇൻസ്റ്റഗ്രാം മൊത്തവും ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. ശരിക്കും ഒരു വിഷമമുണ്ട് ഇത് പറയുന്നത്, അല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ മുന്നേ GPT പറയുന്ന രീതിയിൽ ഫോട്ടോ ഗ്രേഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ ജെമിനി അങ്ങനെയല്ല, അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് വീഡിയോസിൽ AI ഫീച്ചേഴ്സ് എങ്ങനെ നമ്മളെ പ്രൊഫഷനെ ബാധിക്കും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അല്പം കൂടെ ഒരു നെക്സ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് എത്രത്തോളം നമ്മുടെ പ്രൊഫഷനെ ബാധിച്ചു. നിങ്ങൾ ആരും ഇതുവരെയും ചിന്തിച്ചില്ല എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ പറയാം. ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ ട്രെൻഡ് ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഫോട്ടോസ് കളർ ഗ്രേഡ് ചെയ്യുന്നു, ഫോട്ടോസ് പഴയ വിൻറ്റേജ് ടൈപ്പിലൊക്കെ എടുക്കുന്നു. ഒക്കെ ഒരു ഭയങ്കര കളർഫുള്ളും ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിന് മുന്നേ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്കാണിത്. അപ്പം അന്നേ ഞാൻ പറയുന്നു എങ്ങനെയൊക്കെ നമ്മൾ AI നമ്മുടെ പ്രൊഫഷൻസിലൊക്കെ ബാധിക്കും, എങ്ങനെയൊക്കെ അത് ചേഞ്ച് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരത് പറഞ്ഞൊന്ന് പോടെ കഴിഞ്ഞിട്ട് ഇതൊന്നും വരാനൊന്നും പോകുന്നൊന്നുമില്ല, പിന്നെ ഇപ്പോഴെങ്ങ് ആണോ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഭയങ്കര രീതിയിൽ എന്നെ ഒരുപാട് പേര് ഇൻബോക്സിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ പറയുന്ന പോലെ ആയിരിക്കത്തില്ല എന്നൊക്കെ. പക്ഷെ എങ്ങനെ നമ്മുടെ ഈ പ്രൊഫഷനെ നല്ല രീതിയിൽ ഇത് ബാധിക്കുമെന്നാണ് ഇപ്പൊ ഈ ഒരു ട്രെൻഡ് വന്നു. എല്ലാവരും ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു, എല്ലാവരും ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ഭയങ്കര രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഒരു കളർഫുൾ പരിപാടി തന്നെയാണ് അപ്പോൾ അവിടെ നടക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് ഈസി പരിപാടി. ഞാൻ പറയാൻ കാരണം, എനിക്കിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്നെ കസ്റ്റമർ എന്നെ ഒന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെറ്റേണിറ്റി ഷൂട്ടിനും ഒരു പ്രീ വെഡിങ് ഷൂട്ടിനും എന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻക്വയറി ചെയ്ത് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർ അവർക്കത് ഓക്കെയാണ്, ആ റേറ്റൊക്കെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ബുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു. ബുക്കിംഗ് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം അവർ മെറ്റേണിറ്റി ഷൂട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫോട്ടോസൊക്കെ. വേറൊരു ഫോട്ടോഗ്രാഫറിൻ്റെ ഹെൽപ്പോട് കൂടിയല്ല അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ശരിക്കും ഈ ജെമിനിയുടെ ഹെൽപ്പോട് കൂടി, ജെമിനി ബനാനയുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഫോട്ടോസ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റാനിറ്റി ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബഡ്ജറ്റും കാര്യങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ആ നിമിഷം അവിടെ ക്യാൻസലായി. അതേ സെയിം പരിപാടിയാണ് ഒരു പ്രീ വെഡിങ്ങിനും ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഇതേ പ്രോംപ്റ്റ് വഴി യൂസ് ചെയ്ത് അവരുടെ ഫേസ് വെച്ചിട്ട് ഒരു ഫോട്ടോ അത്രയും അക്യുറേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അതായത് ഡ്രസ്സുകളിലൊക്കെ ചെറിയ ചേഞ്ചസ്. ഒരു ഡ്രസ്സ് സെയിം കളർ ആയിരിക്കും, പക്ഷെ സ്ലീവ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ കൈ ഉള്ളതായിരിക്കും. അങ്ങനെയൊക്കെ ചെറിയൊരു ഇഷ്യൂസൊക്കെ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഫോട്ടോ അതിൻ്റെ കളറൊക്കെ എല്ലാം നൈസാണ്, സെയിം കളേഴ്സൊക്കെയാണ്. അപ്പം ഒരു പ്രീ വെഡിങ്ങും ഒരു മെറ്റേണിറ്റി ഷൂട്ടും പോയി. അപ്പോൾ ആൾക്കാരെല്ലാവർക്കും ഇത് മതി, ഈ ഒരു പരിപാടി മതി, പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോട്ടോഗ്രാഫേഴ്സിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, കളർ ഗ്രേഡേഴ്സിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ജോബ് ആ നിമിഷം പോയി. ഞാനിതിപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ഇത് എന്തായാലും നടക്കും, ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ന് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഫോട്ടോഗ്രാഫിയിൽ ചേഞ്ചസ് വരുമെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഇനി പാടില്ല എന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞു, ഇത് എല്ലാം ആയിക്കഴിഞ്ഞു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും AI ഫീച്ചേഴ്സ് എല്ലാം. പരിപാടി ഫ്രീ ആണ്, നമുക്ക് ട്രാവൽ ഫ്രീ ആണ്, നമുക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ പരിപാടി നമുക്ക് ആവശ്യമില്ല, മേക്കപ്പ് ആർട്ടിസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ ഗ്രേഡ് ചെയ്തിടാം, അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്യാം. കാരണം എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഫോട്ടോസിൻ്റെയൊക്കെ ആവശ്യം. ശരിക്കും ആ ഫോട്ടോസിൽ ഒരു മെമ്മറീസ് ഉള്ള കാര്യം ചിന്തിക്കത്തില്ല. ലൈക്ക് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് ആ കസ്റ്റമറിൻ്റെ രണ്ടുപേർക്കും ഉള്ള ഒരു കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊരവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മെമ്മറി, ഈ ഒരു ആർട്ട്, ഈ ഒരു ഇമോഷൻസ് എല്ലാവർക്കും ഫോട്ടോഗ്രാഫറിന് നഷ്ടപ്പെടുകയാണ്, അതേ കണക്കിന് ക്ലയൻറ്റിന് നഷ്ടപ്പെടുകയാണ്. നമ്മളൊരു ഷൂട്ടിന് പോകുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ടൈം സ്പെൻഡും കാര്യങ്ങളൊക്കെ ഭയങ്കര മെമ്മറീസാണ്. അതൊന്നും ഇതിലുണ്ടാവുന്നില്ല. അത് വേറൊരു കാര്യം. അതിൻ്റെ ആവശ്യം മിക്കവർക്കും വരുന്നില്ല. കാരണം എല്ലാവർക്കും സമയമാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മിക്കവരും ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റോർ ഇടാനും കാര്യങ്ങളൊക്കെ മതി ഫോട്ടോസും കാര്യങ്ങളും. അല്ലാണ്ട് ഒരു മെമ്മറി സേവിങ് പരിപാടിയൊന്നും ഇപ്പം നടക്കുന്നില്ല. ഐ എം നോട്ട് സേയിങ് AI ഈസ് ബാഡ്, ഇറ്റ്സ് സോ പവർഫുൾ. പക്ഷേ നമ്മളിത് പൂർണ്ണമായും ഇതിൽ തന്നെ ഫുൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ്സിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇവൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വെഡ്ഡിങ് ആവട്ടെ, ബർത്ത്ഡേസ്, നൂലുകെട്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പരിപാടിക്കൊക്കെ ഫോട്ടോഗ്രാഫേഴ്സും അല്ലാത്ത ഇങ്ങനത്തെ ഷൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചുകൂടാം. നമുക്ക് ആ ഫോട്ടോസ് കുറച്ച് ക്രിയേറ്റീവ് നല്ല രസമുള്ള ഫോട്ടോസാണ് മാത്രമാണ് ആവശ്യം എന്നുള്ള ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ AI എന്തായാലും
കയറി പണി. ഇപ്പം നിങ്ങൾ കുറച്ചു പേരും ചിന്തിക്കുന്നുണ്ടാവും ഫോട്ടോഗ്രാഫിയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം അതോഗതി. അതേ കണക്ക് തന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന ഇവൻറ്റുകാരൊക്കെ ഉണ്ടല്ലോ, സെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന അവരുടെ കാര്യവും അതോഗതി. ഇങ്ങനെ പലവരുടെയും പ്രൊഫഷൻ അത് പോവും. ഇനിയൊരു കാര്യം, ഇനി ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വേറൊരു മെയിൻ കാര്യം എന്താണെന്നറിയാമോ? പ്രൊഫഷണൽ മോഡലിംഗ് കമ്പനികളുണ്ട്. അതായത് ഇപ്പോൾ ഗോൾഡിൻ്റെ ആവട്ടെ, സാരിയുടെ ആവട്ടെ, എന്തും ആവട്ടെ, ഇവരൊക്കെ മോഡൽസിനെ പൂർണ്ണമായി ഒഴിവാക്കും. മോഡൽസിൻ്റെ ജോബ്, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസ്, പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസായ ചില പഠിച്ചിറങ്ങിയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളുടെയൊക്കെ ഒക്കെ ജോബ്, പെൺകുട്ടികൾ മാത്രമല്ല പറഞ്ഞത്, പെൺകുട്ടിയാവട്ടെ പയ്യന്മാരാവട്ടെ മോഡൽസ്, അവരുടെയൊക്കെ ജോബ് പോകും. ഒരു മെയിൻ കമ്പനി, ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ ആവട്ടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ പറയുന്ന ഒരു കമ്പനി നോർമലി മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡലിനെ വിളിക്കുന്നു, അവരുടെ പ്രൊഡക്റ്റ് അത് പരസ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോട്ടോസിലൂടെ പരസ്യം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. ഇനി അവരൊക്കെ പൂർണ്ണമായും ഈ AI അവർ കൂടുതൽ ചിന്തിക്കുന്നത്. കാരണം ഇത് ഭയങ്കര ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു തീം, ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ, ഒരു ആർട്ട് ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ആ പരിപാടിയൊക്കെ പോയി. ഇവർക്ക് ആർക്കും ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എങ്ങനെ അപ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും? ഈ പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മോഡലിന് പൈസ കൊടുക്കണ്ട, ഫോട്ടോഗ്രാഫറിന് പൈസ കൊടുക്കണ്ട, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കണ്ട, പിന്നെ ഈ സാരിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവർക്ക് പൈസ കൊടുക്കണ്ട, സ്റ്റുഡിയോ റെന്റിന് പൈസ കൊടുക്കണ്ട, കളർ ഗിഡീസിന് പൈസ കൊടുക്കണ്ട, ഒന്നിനും പൈസ കൊടുക്കണ്ട. നമുക്ക് ജസ്റ്റ് അവരുടെ ഗോൾഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാരിയോ ഡ്രസ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൊടുക്കുക, പ്രോംപ്റ്റ് കൊടുക്കുക, ഔട്ട് ഇറക്കുക, അവർക്ക് ആ ഒരു ഫൈനൽ ഔട്ട് നമുക്ക് അവർക്ക് കിട്ടും, അവർക്കത് പ്രൊമോഷൻ ചെയ്യാം. അടുത്ത് ബാധിക്കാൻ പോകുന്നത് മൊത്തത്തിൽ ഇവർക്കാണ്. സോ ഇത് ശരിക്കും എനിക്കിത് പറയണമെന്ന് തോന്നിയായിരുന്നു. എത്രത്തോളം ഏതുവരെയായി നമ്മുടെ ഇടയിൽ ഇത് ബാധിച്ചത്, എത്രത്തോളം ബാധിക്കുന്നു, ഇനി എത്രത്തോളം ബാധിക്കാം എന്നൊക്കെയാണ് ശരിക്കും ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പുതിയ ഫ്രഷേഴ്സ്, പുതിയ ആൾക്കാരൊക്കെ ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിന്തിച്ചിട്ടോടൊക്കെ ഇറങ്ങാം. മൊത്തത്തിൽ മാറ്റുമെന്നല്ല, എങ്കിലും നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി വരാൻ പോകുന്ന ഒരു 5 കൊല്ലത്തിൽ എത്രത്തോളം ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് നോക്കിയിരുന്നു. 5 കൊല്ലം എന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉടൻ തന്നെ 2 കൊല്ലത്തിന് തന്നെ വൻ ചേഞ്ച് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്തായാലും ഇതിനൊരു പ്രതിവിധിയൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ പഴയ ഇത് തന്നെ നമുക്ക് വേണം, നമ്മുടെ പഴയ സ്റ്റൈലും പ്രൊഫഷനൊക്കെ തന്നെ വേണമെന്ന് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ പൊരുത്തപ്പെടുക, ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ, നിങ്ങളുടെ നെക്സ്റ്റ് ക്രിയേറ്റീവ് കാണിക്കുക. അല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല. അതിന് അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പറയണമെന്ന് തോന്നി. സബ്സ്ക്രൈബ് ചെയ്യാം.